ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ വിപുലമായി കിടക്കുന്ന ദൈവിക വചനം, ദൈവത്തിൻ്റെ വചനം അർത്ഥവത്തായി വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഈ വിഷയം ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും കേൾവിക്കാർ ഇത് രേഖപ്പെടുത്തി പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. എൻ്റെ പേര് കുരുവിള വർഗീസ്. പത്രോസ് അപ്പസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന ദിവ്യവചനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ പഠന പരമ്പര തുടരുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ്റെ ഗുണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർക്കും സ്വന്തം ജനവുമാകുന്നു നാം ആരാണ് എന്നുള്ള പദവി മറക്കാതെ അതിൻ്റെ ശ്രേഷ്ഠത ഗ്രഹിച്ച് തുടർന്ന് കാൽച്ചൂടുകൾ മുന്നോട്ട് വെക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമ വിശുദ്ധീകരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. പുതിയ നിയമ വിശുദ്ധീകരണത്തിൻ്റെ പടികൾ, രാജകീയ പുരോഹിതവർഗത്തിൻ്റെ പടികൾ, വിശുദ്ധീകരണത്തിൻ്റെ പടികൾ. 1-ാമത് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഉള്ള ശുദ്ധീകരണം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമ്മിൽ പാപമില്ല എന്ന് പറയുന്നവൻ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപരഹിതനായ ദൈവപുത്രൻ്റെ പാപരഹിതമായ പരിശുദ്ധ രക്തം തന്ന് പാപികളായ നമ്മെ വിശുദ്ധീകരിച്ചു. 2-ാമത്തെ പടി പ്രാർത്ഥനയാലും ജലസ്നാനത്താലും ശുദ്ധീകരിക്കപ്പെടുക. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 16-ാമത്തെ വാക്യം. ജലസ്നാനത്താൽ പാപം കഴുകിക്കളയുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. അപ്പം ജലസ്നാനം ഏൽക്കാത്ത വ്യക്തിയുടെ പാപം കഴുകപ്പെടുന്നില്ല. അതും മറക്കാതെ ഓർത്തിരിക്കണം. 3-ാമത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ പാപം കഴുകപ്പെട്ട് കൽപ്പനയാകുന്ന ജലസ്നാനത്താൽ പാപം കഴുകിക്കളയപ്പെട്ട വ്യക്തികൾ റോമർക്കെഴുതിയ ലേഖനം 15:15 പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. 3-ാമത്തെ പടി. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്ന ദൈവമക്കൾ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തന്നത്? സകല സത്യത്തിലേക്കും വഴി നടത്തേണ്ടതിന്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തേണ്ടതിന്. ആ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട മക്കൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ 4-ാമത്തെ പടിയിൽ നിൽക്കുന്നത് സത്യത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 പേരുടെ വായിൽ ഭോഷ്കില്ലായിരുന്നു, കള്ളമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമേ ഉണ്ടായിരുന്നുള്ളൂ. 15-ാം സങ്കീർത്തനത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. 1-ാമത്തെ വാക്യത്തിൽ യഹോവേ, അങ്ങയുടെ കൂടാരത്തിൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ ആർ പാർക്കും? ഹൃദയപൂർവ്വം സത്യം സംസാരിച്ച് ആ സത്യം സംസാരിക്കുന്ന വിഷയത്തിൽ ഛേദം വന്നാലും മാറാത്തവൻ, മാറ്റിപ്പറയാത്തവൻ. അങ്ങനെ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവവചനത്താലും പ്രാർത്ഥനയാലും. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഭക്ഷണപദാർത്ഥത്തെ സംബന്ധിച്ചാണത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ജീവിതചര്യയുടെ മുൻപിൽ ഇത് അർത്ഥപൂർണമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത്. ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് ശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവരല്ലേ നമ്മൾ, രാജകീയ പുരോഹിതവർഗമല്ലേ. ആവോളം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാലും വചനാടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയാലും വചനം വായിച്ചും ശുദ്ധീകരണം പ്രാപിക്കുക. അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് സമ്പൂർണ്ണ ആശ്വാസവും അനുഗ്രഹമുണ്ടെങ്കിലും ബാലശിക്ഷകൾ വരും. അരുതാത്ത വഴിയിൽ ചിലപ്പോൾ നോക്കുകയോ പോവുകയോ വരികയോ ഒക്കെ ചെയ്താൽ ദൈവം തെറ്റായ മാർഗത്തിൽ പോയി എന്നറിയുന്ന മക്കളെ അപ്പൻ ശിക്ഷിക്കുന്നത് പോലെ, അതിനാണ് ബാലശിക്ഷ, ചാസ്റ്റൈസ്മെൻ്റ് എന്നാണ് പറയുന്നത്. 6-ാമത്തെ പടിയാണ് ബാലശിക്ഷകളിൽ കൂടെ ശുദ്ധീകരിക്കപ്പെടുക. 12-ാം അധ്യായം എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ വാക്യം.
അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിൽ ദൈവമക്കൾക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:14 ഏഴാമത്തെ സ്റ്റെപ്പാണ് എല്ലാവരോടും സമാധാനം ആചരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ആരംഭ ശുശ്രൂഷയുടെ ഭാഗത്തിൽ തന്നെ കാണുന്നത് സമാധാനമുണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ. എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഒരു ദൈവവേദലിനെ സംബന്ധിച്ച് ശത്രുക്കൾ ആരുമില്ല. ശത്രുക്കളായി വരുന്നവർ സ്വയം വരുന്നതല്ല, നമ്മളെ പ്രകോപിപ്പിച്ച് കോപിച്ച് പാപം ചെയ്യിക്കുവാൻ പരിശ്രമിക്കുന്ന പൈശാചിക ശക്തി ചിലരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരോട് സമാധാനം ആചരിക്കണം. അങ്ങനെയാകുന്നുവെങ്കിൽ അவ்விധത്തിലുള്ള ദൈവമക്കൾ കോടതികളിൽ പോകാറോ സഹവിശ്വാസികളോടോ സഹശുശ്രൂഷകന്മാരോടോ കോപം പൂണ്ട് വഴക്കുണ്ടാക്കുകയോ ഉപദ്രവിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യുകയില്ല. എട്ടാമത്തെ സ്റ്റെപ്പ്, ജഡത്തിലും ആത്മാവിലുമുള്ള കന്മഷങ്ങളെ നീക്കി ദൈവഭയത്താൽ വിശുദ്ധീകരണം പ്രാപിക്കണം. എന്താണ് ഈ കന്മഷം? അവിടെ പാപമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആത്മീയരും രാജകീയ പുരോഹിതവർഗമാകുന്നുവെങ്കിലും ഇപ്പോഴും ജഡത്തിലാണ് വസിക്കുന്നത്. ആത്മാവിലും ചിലപ്പോൾ ചില പാപവശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ പാപവശങ്ങളെ മുഴുവൻ ദൈവഭയത്താൽ നീക്കണം. തിരുവചനത്തിൽ ഒരു ഭക്തനായ യൗവനക്കാരനുണ്ടായിരുന്നു, 17-18 വയസ്സ്. പാപം ചെയ്യുവാൻ എല്ലാ സാധ്യതകളും, കെട്ടിയടയ്ക്കപ്പെട്ട വലിയ കൊട്ടാരതുല്യമായ വീട്ടിൽ വേറെ ആരുമില്ല, യജമാനത്തെ മാത്രം. ഇവന് 10-18 വയസ്സ്. ആ സ്ത്രീയുടെ പ്രായം എഴുതിയിട്ടില്ല. പാപം ചെയ്യുവാൻ ദിവസേന പരിശ്രമിച്ചു, ഉത്സാഹിപ്പിച്ചിട്ടും അവൻ പാപം ചെയ്തില്ല. അതുകൊണ്ട് അനുഭവിച്ച കഷ്ടതകൾ എത്രയാണെന്നറിയാമോ? 12 വർഷത്തോളം കഠിനമായി കാരാഗൃഹത്തിൽ വസിക്കേണ്ടി വന്നു. എന്താ കാരണം? അവനോടുകൂടെ ദൈവമുണ്ടായിരുന്നു എന്നുള്ളതാണ് അവന് ബോധ്യത വന്നത്. അതുകൊണ്ട് അവൻ പാപം ചെയ്തില്ല. ജഡത്തിലും ആത്മാവിലുമുള്ള കന്മഷങ്ങളെ, പാപത്തെ ദൈവഭയത്താൽ നീക്കണം. 9ാമത്തെ രീതി വരുമ്പോൾ ജഡത്തെ അതിൻ്റെ രാഗമോഹത്തോടുകൂടെ ക്രൂശിക്കണം. നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത്. നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോൾ വിശപ്പും ദാഹവും ഉണ്ടല്ലോ. പഞ്ചേന്ദ്രിയങ്ങളിൽ 5 വിധ പാപവശങ്ങൾ കയറുവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇച്ഛകൾ, ഇംഗിതങ്ങൾ, ആഗ്രഹങ്ങൾ, ആശകൾ, രാഗങ്ങൾ, മോഹങ്ങൾ എന്നിവകളൊക്കെയുണ്ട്. പക്ഷേ ക്രിസ്തുവേശുവിനുള്ളവർ എന്തു ചെയ്യണം? ഈ ജഡത്തെ, ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളാണല്ലോ നമ്മളിലുള്ളത്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, സാർക്ക്, ന്യൂമ ആൻഡ് സ്യൂഖി. ജഡത്തെ ക്രൂശിക്കണം. രാഗം, മോഹം പിന്നെ ജനിക്കരുത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:24. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കുക. 10ാമത് പിതാവായ ദൈവത്തിൻ്റെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:36, ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. ഇവയ്ക്ക് പുറമെ ദൈവത്തിൻ്റെ യാഗപീഠത്തിലെ തീ കൊണ്ട് നാവിനെ ശുദ്ധീകരിച്ചതായ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്താ കാരണം? 1-ാം അധ്യായം തൊട്ട് 5-ാമത്തെ അധ്യായം വരെ കാണുന്ന സകലത്തെയും ശപിക്കുകയും സകലത്തിലും കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന യെശയ്യാവ് ദൈവത്തിൻ്റെ ആ പരിശുദ്ധിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ, അയ്യോ, എൻ്റെ അധരത്തിൽ പാപം വസിക്കുന്നു, ഞാൻ പാപമുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ടതയുടെ നാവുള്ളവൻ. ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവനെ യാഗപീഠത്തിലെ കൊളുറുകൊണ്ട് ദൂതനെ അയച്ച് അഗ്നി കൊണ്ട് അവൻ്റെ നാവിനെ ശുദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ അഗ്നി വന്നാൽ മരിക്കുകയില്ല, ഭസ്മമാകുകയില്ല, ശുദ്ധീകരണം മാത്രമേ നടക്കുകയുള്ളൂ. പഴയ പൗരോഹിത്യ നിയമം അനുസരിച്ചുള്ള വിശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരുവനും മഹാപുരോഹിതനായാലും പുരോഹിതനായാലും പ്രാകാരവാതികൾ കടന്ന് അകത്ത് കയറി യാതൊരു ശുശ്രൂഷയും ചെയ്യുവാൻ അനുവാദം ഇല്ലാത്തതുപോലെ പുറപ്പാട് 28-ാം അധ്യായം 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ പുതിയ നിയമത്തിലും സാക്ഷാൽ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ദൈവസഭയിൽ ദൈവവചനാനുസൃതമായ യാതൊരു ശുശ്രൂഷയും ചെയ്യണം എങ്കിൽ ദൈവവചനത്തിൽ കാണുന്ന മുകളിൽ കണ്ട 10 കൂട്ടം വിശുദ്ധീകരണം പ്രാപിക്കാതെ ഒരുവനും ശുശ്രൂഷ ചെയ്യുവാൻ പാടില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 5:14. ഈ നഗ്നസത്യം ഓർത്തുകൊണ്ടു വേണം പുതിയ നിയമ രാജകീയ പുരോഹിതവർഗം
ശുശ്രൂഷ ചെയ്യേണ്ടത്. 1. യേശു ക്രിസ്തു എന്ന ദൈവകുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം. പ്രാർത്ഥനയാലും ജലസ്നാനത്താലും ശുദ്ധീകരണം. 3. പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം. 4. സത്യത്താലുള്ള ശുദ്ധീകരണം. 5. ദൈവവചനത്താലും പ്രാർത്ഥനയാലുമുള്ള ശുദ്ധീകരണം. 6. ബാലശിക്ഷകളാലുള്ള ശുദ്ധീകരണം. ബാലശിക്ഷ വരുമ്പോൾ ഓടിപ്പോകരുത്. അത് സഹിച്ച ശേഷം കൊള്ളാകുന്നവരായി ദൈവം കൂടുതൽ ബലത്തോടുകൂടെ നിർത്തും. 7. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. 8. ജഡത്തിലും ആത്മാവിലുമുള്ള കന്മഷങ്ങളെ, പാപങ്ങളെ നീക്കി ശുദ്ധീകരണം പ്രാപിക്കണം. 9. ജഡത്തെ അതിൻ്റെ രാഗമോഹത്തോടുകൂടെ ക്രൂശിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. 10. പിതാവായ ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. വാക്യങ്ങൾ: യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 16-ാമത്തെ വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം, കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഈ വക ശുദ്ധീകരണം പ്രാപിച്ചവൻ്റെ നാവും വിശുദ്ധീകരണം പ്രാപിച്ചിരിക്കണം. അല്ലാതെ യാതൊരു ശുശ്രൂഷയും ചെയ്യുവാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. പഴയ നിയമത്തിൽ പുറപ്പാട് 28-38 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കാതെ ആലയത്തിൽ കയറുവാൻ മഹാപുരോഹിതനെ പോലും അനുവദിച്ചിട്ടില്ല എങ്കിൽ പുതിയ നിയമത്തിലും അവണ്ണം തന്നെ ദയവ് ചെയ്ത് എബ്രായർക്ക് എഴുതിയ 5-4 കൂടെ വായിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉത്സാഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലാസിൻ്റെ ഈ ഭാഗവും ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി അങ്ങയോട് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ശുശ്രൂഷകളെയും ഒക്കെ അളവില്ലാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹിമാധനത്തിൻ്റെ ആ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ.